ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പീസാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി, രണ്ടാമത്തേത് സ്പൈസി ആയിട്ടുള്ള റെസിപ്പീസാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3 ചപ്പാത്തി ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയതും കൂടെയാണ്. അപ്പോൾ തേങ്ങ കൂടുതലുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വന്നാൽ 2 ചെറിയ പഴം ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ നെയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഈ ചെറിയ പഴത്തിന് പകരം ഏത് പഴം വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. നേന്ത്രപ്പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും ചപ്പാത്തിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു ചപ്പാത്തിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ആ പഴമൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലും തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി ചൂടാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അച്ച് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഴത്തിൻ്റെ മധുരത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവിൽ വ്യത്യാസം വരുത്താം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു ചപ്പാത്തി ഒന്നും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി വെച്ചിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിൽ നിന്ന് ഒരു ചപ്പാത്തി ഞാൻ ഇതുപോലെ ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചപ്പാത്തി വെച്ചിട്ട് ഞാനൊരു 5-8 പീസൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ അനുസരിച്ചിട്ട് എത്ര വലുപ്പത്തിലാണോ അതിനനുസരിച്ചിട്ട് ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കോഴിമുട്ട തന്നെ മതി. നിങ്ങൾ എടുക്കുന്ന ചപ്പാത്തിയുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ചെറിയൊരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക.
പാലും മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കിട്ടുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ പാലും മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം ഇതിലൊന്ന് മുക്കി നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടണം. നന്നായിട്ട് ഈ മുട്ടയുടെ പീസിൽ മുക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു 2-3 പീസ് ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 2-3 പീസ് ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുക്കി വെച്ചാൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ഇതിൽ നിരത്തി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഒരു മുട്ടയുടെ കൂട്ട് മാത്രം വേവാൻ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയും പാലൊക്കെ ഇതിന് മേലെ വന്നുകൊണ്ട് തന്നെ ഈ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ 2 ഭാഗവും ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ സോഫ്റ്റായി വരും. തണുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതാ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട മാത്രം മതി ഈ ഒരു ചപ്പാത്തിയിലേക്ക്. അത്യാവശ്യം വലിപ്പമുള്ള ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചപ്പാത്തിയൊക്കെ ബാക്കി വന്നാൽ, രാവിലെയുള്ള ചപ്പാത്തിയൊക്കെ ബാക്കി വന്നാൽ നമ്മൾ വൈകുന്നേരത്തേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തിയൊക്കെ ബാക്കി വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്